എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻസ് എന്ന 10th മാത്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അതിലെ 3ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചോദ്യം എന്താ നോക്കാം. ചതുരാകൃതിയായ ഒരു കടലാസിൽ നിന്ന് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ 2 സമചതുരങ്ങൾ, അതായത് ഒരു റെക്റ്റാങ്കുലാർ ഷീറ്റാണ്, അതിൽ നിന്ന് 2 ഇതുപോലെ സമചതുരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ റിമൈനിങ് ബാക്കി വരുന്ന ഭാഗം അതിൻ്റെ ഏരിയ 27 സ്ക്വയർ സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാം. മൊത്തം നീളം 15 സെൻറ്റിമീറ്ററിനും ഇതിൻ്റെ ആകെ നീളം 15 സെൻറ്റിമീറ്ററിനും തന്നിട്ടുണ്ട്. നമുക്ക് ഈ വശത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എൽ ഇൻറ്റു ബി ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ വശം നമുക്ക് അറിയില്ല, ഇത് നമ്മൾ എക്സ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എക്സ് എടുത്താൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും സമചതുരമാണ്, അപ്പോൾ എക്സ് ആയിരിക്കുമല്ലോ. എല്ലാ വശം എക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ എ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഏരിയ എക്സ് സ്ക്വയർ. ഇതിനെന്താ ഏരിയ കിട്ടുക? ഇതും അതേ ഷേപ്പിലുള്ളതാണ് എക്സ്, ഇവിടെയും എക്സ് വരിക. അപ്പോൾ ഇതിൻ്റെ ഏരിയ എല്ലാ വശം എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ മൊത്തം ഏരിയ കിട്ടി. ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ 27. അപ്പോൾ അത് ഏരിയയുടെ അവിടെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 27 സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് 15 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്തിന് പകരം 15 കൊടുക്കാം. ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? എക്സ് ആണ്. അപ്പോൾ 15 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, 2x സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 27 സമം നമുക്ക് എന്ത് കിട്ടും? 15 ഇൻറ്റു എക്സ് 15x. നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം എക്സ് സ്ക്വയർ പിന്നെ എക്സ് വരണം അല്ലേ. അപ്പോൾ 2x സ്ക്വയർ സമത്തിന് പുറത്ത് 15x. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മൈനസ് 15x പ്ലസ് 27. നമുക്കിവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സമം 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അതായത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അത് കൊടുക്കുക. ഇതിൽ എ എന്താ വരിക? a = 2, അതായത് ഇത് അല്ലേ. b = -15, c = 20. ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. -b, അതായത് -b -15 ആണ്. അപ്പോൾ -15 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ -15 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 2 ഇൻറ്റു സി എത്ര? സി സമം 27 ഇൻറ്റു 27. ഇത് റൂട്ട് ഓഫ് ആണല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് ബൈ 2 ഇൻറ്റു എ 2 ഇൻറ്റു 2. അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വന്നു. അപ്പോൾ നമുക്കിവിടെ പ്ലസ് 15. അപ്പോൾ 15 എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് 15ൻ്റെ സ്ക്വയർ 225 മൈനസ് 27 ഇൻറ്റു 8 4 ഉണ്ട് 8. അപ്പോൾ 27 ഇൻറ്റു 8 വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 8. അപ്പോൾ 27 ഇൻറ്റു 8 56 2 16 16 5 21 216.
ബൈ 4. 225 മൈനസ് 216. 225 മൈനസ് 216. 15 6 പോയാൽ ബാക്കി 5 പോലെ ഇവിടെ 15 4 പോയാൽ ബാക്കി 9. 1 പോയാൽ 0. അപ്പോൾ 9. നമുക്കിവിടെ എന്ത് കിട്ടും? ഇങ്ങനെ എഴുതാം. 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ബൈ 4. അതായത് റൂട്ട് 9 പറഞ്ഞാൽ 3 ആണല്ലേ. അപ്പോൾ 15 പ്ലസ് ഓർ മൈനസ് 3 ബൈ 4. അപ്പോൾ നമ്മൾ 15 ഒരു പ്രാവശ്യം പ്ലസ് 3. 15 പ്ലസ് 3 ബൈ 4. 18 ബൈ 4. 18 4 ഹരിച്ചാൽ 18 ഹരിക്കണം 4. 4.5. അപ്പോൾ ആൻസർ 4.5. ഇത് നമുക്ക് ഒരു പ്രാവശ്യം പ്ലസ് ആക്കി എടുക്കാം. 15 പ്ലസ് ആക്കി എടുത്തു. മൈനസ് 15 മൈനസ് 3 ബൈ 4 സമം 15 3 പോയാൽ 12 ബൈ 4. നമുക്ക് 4 12 3. അപ്പോൾ ഇതിൻ്റെ എക്സ് ആയിട്ട് എന്തൊക്കെ വരാം? 3 വരാം, 4.5 വരാം. അതായത് ബ്രെഡ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് ആയിട്ട് ചോദ്യത്തിൽ 15 തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ വശം അഥവാ ബ്രെഡ്ത്ത് വീതി സിഗരറ്റ് എത്ര വരാം? 3 വരാം, അല്ലെങ്കിൽ 4.5 വരാം.